വയനാട് ദുരന്ത മേഖലയിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ആറംഗ വിദഗ്ധ സംഘം തെരച്ചിൽ തുടരുകയാണ്, പരിശോധന തുടരുകയാണ്. അതിനിടെ മലപ്പുറം നിലമ്പൂർ മുണ്ടേരി തലപ്പാലിയിൽ നടത്തിയ ജനകീയ തെരച്ചിലിൽ ശരീരഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ചാലിയാറിൻ്റെ തീരത്ത് നടത്തിയ തെരച്ചിലാണ് ശരീരഭാഗം കണ്ടെത്തിയത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ജോസിൽ ചേരുന്നു. ജോസിൽ, രണ്ട് ഘട്ടമാണ് ഇപ്പോഴുള്ളത്. ഒന്ന്, തെരച്ചിൽ ഇപ്പോഴൊരു മൃതദേഹത്തിൻ്റെ ഭാഗം കൂടി, ഒരു ശരീരഭാഗം കൂടി കിട്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഏറ്റവും നിർണായകമായതാണ് പുനരധിവാസവുമൊക്കെയായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ അതോറിറ്റി ഏർപ്പെടുത്തിയ വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധന ഈ പ്രദേശത്താകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അജിംഷാദ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ മുമ്പിലാണ്. അതായത് വെള്ളാർമല സ്കൂള് അതിന് മുമ്പിലാണുള്ളത്, ചൂരൽമല ഗവൺമെൻറ് ഹൈസ്കൂൾ. അതിൻ്റെ പരിസരത്ത് നിന്ന് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ പരിസരങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ JCB ഓപ്പറേറ്റേഴ്സ്, അതുപോലെ തന്നെ NDRFിൻ്റെ സംഘങ്ങൾ, അതുപോലെ തന്നെ കേരള ഫയർഫോഴ്സ്, അതിൻ്റെ സിവിൽ ഡിഫൻസ് അടക്കമുള്ള ആളുകൾ ചേർന്ന് ഇവിടെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരെയും വേദനിപ്പിക്കുന്ന, ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കുന്ന ചില ദൃശ്യങ്ങൾ, ചില കുട്ടികളുടെ ബാഗ്, അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം. നമുക്കറിയാം, ഉണ്ണിമാഷ് പണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇവിടുത്തെ ഒരുപാട് കഴിവുകളുള്ള കുട്ടികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവർ ഉപയോഗിച്ചിരുന്ന, അവർക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി സർക്കാർ കൊടുത്തിരുന്ന ലാപ്ടോപ്പുകൾ, അതുപോലെ തന്നെ അവരുടെ സ്കൂൾ ബാഗുകൾ, അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ വെളിവാക്കിയിരുന്ന സൗണ്ട് സിസ്റ്റം, അതുപോലെ തന്നെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഗ്യാസ് കുറ്റി, അതുപോലെ തന്നെ CD, അതുപോലെ അവരുടെ ചോദ്യപേപ്പറുകൾ, വിവിധ ബുക്കുകൾ, കമ്പ്യൂട്ടറിനുമായി ബന്ധപ്പെട്ട് സർക്കാർ അനുവദിച്ചിരുന്ന, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അനുവദിച്ചിരുന്ന കമ്പ്യൂട്ടറിൻ്റെ പാർട്സ്, ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വളരെ വേദനയോടുകൂടി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരുപാട് കുട്ടികൾ അവരുടെ കഴിവുകൾ, അവരുടെ സംഗീതമാണെങ്കിലും നാടകമാണെങ്കിലും അതുപോലെ മറ്റ് ഏത് തരത്തിലുള്ള കഴിവുകളും അവർ മറ്റുള്ള തങ്ങളുടെ സഹപാഠികൾക്ക് മുമ്പിൽ, പ്രിയപ്പെട്ട അധ്യാപകർക്ക് മുമ്പിൽ വെളിവാക്കിയിരുന്ന ഉപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അടക്കം ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ അതിനെ എത്രമാത്രം വേദനയോടുകൂടിയാണ് ഒരു പക്ഷേ നോക്കുന്നത് എന്ന് നമുക്കറിയാം. ഏതായാലും ഇവിടെ ഈ 2 ദിവസം, ഞാൻ 2ാമത്തെ ദിവസമാണ് ഇവിടേക്ക് എത്തിയിട്ട്, ഒരു പ്രധാനമായിട്ട് ഇവിടെ നിന്ന് പറയാനുള്ളത്, ആളുകൾ അതിജീവനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങി തുടങ്ങി എന്ന് പറയേണ്ടി വരും. കാരണം ഏതായാലും അതിജീവിച്ചേ മതിയാകൂ. ഇനിയും ജീവനോടുകൂടി ബാക്കിയുള്ള ആളുകൾ, ഒരുപാട് ദുഃഖങ്ങൾ അവശേഷിക്കുന്നുവെങ്കിലും, ഒരുപാട് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടുവെങ്കിലും അതിജീവിച്ചേ മതിയാകൂ. അതിജീവനത്തിൻ്റെ ഭാഗമായി ആളുകൾ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായൊരു വസ്തുത. കാരണം ഇന്നലെ സർക്കാർ നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാർ സംവിധാനങ്ങൾ ആരംഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും നമുക്കറിയാം, ഈ തിരിച്ചറിയൽ കാർഡുകൾ നഷ്ടപ്പെട്ടത്, വോട്ടേഴ്സ് ലിസ്റ്റ് നഷ്ടപ്പെട്ടത്, അതുപോലെ തന്നെ ആധാരം നഷ്ടപ്പെട്ടവർ, ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ടവർ, അങ്ങനെ അവരുടെ നഷ്ടപ്പെട്ട രേഖകളെല്ലാം, കാരണം അക്ഷയ സംസ്ഥാനം ഘടകം എന്ന് പറയുന്നത് ഇത് 2000-ഓളം ഏതാണ്ട് രേഖകൾ പൂർത്തിയാക്കി അവിടേക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ഒപ്പം നിന്ന് നടത്തുന്നുണ്ട്. ഒപ്പം DYFI അടക്കമുള്ള സംഘടനകൾ, മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഇങ്ങനെയാണ് അവിടുത്തെ പുനരധിവാസം. ഏറ്റവും വൈകാരികമായൊരു നിമിഷം, അവിടെ ഒരു സ്കൂൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്, വെള്ളാർമല. ആ സ്കൂളിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ വൃത്തിയാക്കലിൽ പഴയ ബാഗുകളും അല്ലെങ്കിൽ ലാപ്ടോപ്പുകളും ഒക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായും അവരുടെ ആ വസന്തകാലത്തേക്ക്, സ്കൂളിൻ്റെ വസന്തകാലത്തേക്കൊക്കെ നമ്മുടെ ഓർമ്മകളെ കൂടി കൊണ്ടുപോവുകയാണ്. അത്തരത്തിലൊരു വൈകാരിക മുഹൂർത്തം കൂടിയാണ് ദുരന്ത ഭൂമിയിൽ നിന്ന് പ്രകൃതി നിറഞ്ഞാടി തീർത്ത, താണ്ഡവമാടിയ ആ പ്രകൃതിയുടെ ഭാവത്തെയാണ് ഇപ്പോൾ ഇതുവഴി നാം ഒരിക്കൽ കൂടി കാണുന്നത്, ഓർക്കുന്നത്.